നമസ്കാരം. കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്തുണ്ടായിരുന്ന കഷ്ടതകളെക്കുറിച്ചും അവർ ജനങ്ങളെ അവഗണിച്ചതിനെക്കുറിച്ചും അന്ന് ജമ്മു കശ്മീരിൽ ജീവിച്ചിരുന്നവർ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നൂറ്റാണ്ടുകളോളം കുടുംബ ഭരണത്തിന്റെ ഭാരം ജമ്മു കശ്മീരിന് സഹിക്കേണ്ടി വന്നെന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉള്ളതാണ്. എന്നാൽ കശ്മീരിനെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലാക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും കാണില്ല. ഇതും സത്യം. ഇപ്പോഴിതാ ജമ്മു കശ്മീരിന്റെ ഇപ്പോഴത്തെ വലിയ പുരോഗതിയുടെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്ന് പറഞ്ഞ് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. സോനാമാർഗിലെ ടണലിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ഒമർ അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയെ വാനോളം പ്രശംസിക്കുന്ന വാക്കുകളായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസംഗത്തിൽ ഉടനീളം. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ ജമ്മു കശ്മീർ ഇതുവരെ ഇല്ലാത്ത വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരവും കശ്മീരിനും ന്യൂദില്ലിക്കും ഇടയിലുള്ള ദൂരവും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. സോനാമാർഗ് ടണൽ കശ്മീരിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പ് പോലും ഏറെ സമാധാനപരമായി യാതൊരു പരാതികളും ഉയരാത്ത രീതിയിൽ നടത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും ഒമർ അബ്ദുള്ള തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 2700 കോടി രൂപ ചെലവിട്ടാണ് കേന്ദ്ര സർക്കാർ സോനാമാർഗ് ടണൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ടണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി ആദ്യമായാണ് ജമ്മു കശ്മീരിലെത്തിയത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് കേണൽ മാനേജ് ദിൽഹ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം വംശീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം താല്പര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ജമ്മു കശ്മീരിലെ യുവാക്കളെ അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീരിന്റെ മുഖം മാറിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ആർട്ടിക്കിൾ 370 എന്നത് ജമ്മു കശ്മീരിന്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായിരുന്നു. BJP സർക്കാർ അത് റദ്ദാക്കി. ജമ്മു കശ്മീർ ഇപ്പോൾ വികസനത്തിലേക്ക് നീങ്ങുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനാലാണ് ഇത് സാധ്യമായത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.